ഓം ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. 2024 ഏപ്രിൽ 23 ചൊവ്വാഴ്ച, അതായത് നാളെ 10-ാം ഉദയം, മേടം 10. എന്താണ് 10-ാം ഉദയത്തിൻ്റെ സവിശേഷത? സൂര്യൻ അത്യുച്ചമ രാശിയിൽ, ഉച്ചരാശിയിൽ നിൽക്കുന്ന പരിപൂർണ ശോഭയോടെ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ദിവസമാണ് മേടം 10. എന്താഗ്രഹിച്ചാലും സാധിച്ചു കിട്ടുന്ന, ഏത് കാര്യം തുടങ്ങി വെക്കാനും ശുഭകരമാകുന്ന, മുഹൂർത്തം നോക്കണ്ട, നാളെ എന്ത് കാര്യം തുടങ്ങുന്നതിനും എന്നാണ് ശാസ്ത്രം. വിദ്യ ആരംഭിക്കുന്നതിനാലും വ്യവസായം ആരംഭിക്കുന്നതിനാലും ജോലിപരമായിട്ട്, ഗൃഹപരമായിട്ട്, സ്ഥാപനപരമായിട്ട് എല്ലാ തരത്തിലും നൂതന സംരംഭം, പുതിയ സംരംഭം തുടങ്ങുന്നതിന് ധനപരമായും കുടുംബപരമായും വ്യവസായപരമായും ഏത് തരത്തിലും തുടങ്ങുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ് 10-ാം ഉദയം. മേടം 1 മുതൽ 10 വരെയുള്ള 10-ാം ദിവസം, 10-ാം ഉദയത്തിന് മുമ്പ് തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം ശുഭകരമായിരിക്കും. അതിലേറ്റവും ഉത്തമം 10-ാം ഉദയമാണ്. വിഷുവിനും 10-ാം ഉദയത്തിനും നേരം നോക്കണ്ട എന്ന് പറയും. വിജയദശമിക്ക് നേരം നോക്കണ്ട, എന്തും പുതിയ സംരംഭവും തുടങ്ങുന്നതിന്. അതുപോലെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന പൂർണ്ണ ശോഭയോടെ, പൂർണ്ണ ബലത്തോടെ, പരിപൂർണ ശോഭയോടെ സൂര്യൻ പ്രസാദിക്കുന്ന ദിവസമാണ്. ഊർജത്തിൻ്റെ ഉറവിടമായ ഭഗവാന്റെ അനുഗ്രഹ ദിവസമാണ് 10-ാം ഉദയം. 10-ാം ഉദയത്തിൽ ജനിക്കുന്നവൻ രാജാവിന് തുല്യമായിട്ട് ജീവിക്കും എന്നാണ്. മേടം 10-ന് മുമ്പ് ജനിക്കുന്നവർ നല്ല നിലയിലെത്തുമെന്നും ശ്രേഷ്ഠമായ പദവിയിലെത്തുമെന്നും സൽപ്പേര് ലഭിക്കുന്നതിന് ഉടമയാകുമെന്നും പണ്ടുള്ളവർ പറയാറുണ്ട്. പണ്ടുള്ളവരല്ല, ഇപ്പോഴും പറയാറുണ്ട്. അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, ഗായത്രി മന്ത്രം ജപിക്കുക, സൂര്യക്ഷേത്ര ദർശനം നടത്തുക. സൂര്യക്ഷേത്രങ്ങൾ കുറവായതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക. നവഗ്രഹങ്ങൾക്ക് ബലമേറിയ മാസമായതുകൊണ്ട് നവഗ്രഹ പ്രാർത്ഥന ചെയ്യാവുന്ന മാസമാണ് മേടമാസം. സൂര്യന് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലികൾ നടത്തുന്നതും ചുവന്ന പട്ട്, ചുവന്ന മാല എന്നിവ സമർപ്പിക്കുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. അതുപോലെ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക്, കരിക്കുധാര, ജലധാര എന്നിവ നടത്തി പ്രസാദം മേടിച്ച് കഴിക്കുന്നത് ഉത്തമമാണ്. ശിവക്ഷേത്ര ദർശനം പുണ്യദായകമാണ് മേടം 10-ന്. സൂര്യപരമായിട്ടുള്ള പാപശാന്തിക്കായി നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് രാവിലെ സൂര്യനെ നോക്കി തൊഴുത് പ്രാർത്ഥിക്കുന്നത്, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ്. എങ്ങും പോകാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് രാവിലെ സൂര്യദേവനെ നോക്കി ഓം നമോ നാരായണ എന്ന് 21 തവണ ജപിച്ചാലും മതി. ഗായത്രി മന്ത്രം ജപിച്ചാലും മതി. അതുപോലെ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം സൂര്യൻ പൂർണ്ണ ശോഭയോടുകൂടി തിരിച്ചു വരുന്ന, പരിപൂർണ ശോഭയോടെ ആഘോഷിക്കുന്ന, ദേവന്മാർ ആഘോഷിക്കുന്ന ദിവസമാണ് 10-ാം ഉദയം. രാവണന് പോലും സൂര്യന് ഭയമായിരുന്നു. സൂര്യൻ ഭയപ്പെട്ടിരുന്നതായിരുന്നു രാവണനെ പോലും. അങ്ങനെ സൂര്യന് തൻ്റെ പൂർണ്ണ ശോഭ തിരിച്ചു കിട്ടിയ ദിവസമായിരുന്നു 10-ാം ഉദയം. രാവണൻ നിഗ്രഹം കഴിഞ്ഞ് 10-ാം ഉദയത്തിനാണ് സൂര്യൻ ഉദിക്കുന്നത്. അങ്ങനെ പൂർണ്ണ ശോഭയോടെ തിരിച്ചെത്തിയ ദിവസവും ഏറ്റവും കൂടുതൽ ഉത്സവാദി കാര്യങ്ങൾ നടക്കുന്ന മാസവും 10-ാം ഉദയമാണ്. 10-ാം ഉദയത്തിന് പ്രതിഷ്ഠ നടത്തിയാൽ അത് സർവ തേജസ്സോടും സർവ അഭിവൃദ്ധിയോടും അത്
എന്നും എഴുന്നു നിൽക്കും, സൽപ്പേരോടുകൂടി നിൽക്കും എന്നാണ് പറയപ്പെടുന്നത്. ഏത് സംരംഭം തുടങ്ങിയാലും എന്ത് കാര്യത്തിനും സർവോത്തമമായിട്ടുള്ള ദിവസമാണ് 10-ാം ഉദയം. അങ്ങനെ ശിവക്ഷേത്ര ദർശനവും സൂര്യ നമസ്കാരവും സൂര്യദേവൻ്റെ കീർത്തനങ്ങളും പ്രാർത്ഥനകളും ഒന്നുമില്ലേലും ഓം നമോ നാരായണ മന്ത്രമെങ്കിലും ജപിച്ച് നാളത്തെ ദിവസം ജലധാര പിൻവിളക്ക് വീട്ടിൽ രാവിലെ നിലവിളക്ക് 6 മണിക്ക് മുമ്പായി നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം ഉത്തമമായ കാര്യമാണ്. 10-ാം ഉദയത്തിന് പൊങ്കാലയിടുന്നതും ഏറ്റവും ഉത്തമമാണ്. സൂര്യ പൊങ്കാല ഇതെല്ലാം ശ്രേയസ്കരമാണ്, അഭിവൃദ്ധിപരമാണ്. എല്ലാ ശാപദുരിതങ്ങളും ശാപതാപാദികളും ഒഴിഞ്ഞ് പൂർണ്ണ ബലത്തോടുകൂടി ഭഗവത് പ്രസാദം നേടി കുടുംബ അഭിവൃദ്ധിയും ശ്രേയസ്കരമായ മുന്നേറ്റത്തിനും എല്ലാം 10-ാം ഉദയം എല്ലാവർക്കും കടാക്ഷമേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഓം വിശ്വാമിത്ര ഋഷി ഗായത്രി ജന്ത സവിതോ ദേവത. ഓം ഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.